അപ്പോൾ മലപ്പുറത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ടു നടക്കുന്ന നിങ്ങളാണോ പ്രതിരോധത്തിൻ്റെ മതനിരപേക്ഷതയുടെ വർത്തമാനം പറയുന്നത്? ആ നിങ്ങൾ ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, രാഷ്ട്രീയ അടവ് നയം, തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കുമെന്ന് വാളയാറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നതുകൂടിയാണ് എൻ്റെ ചോദ്യം. നിങ്ങളാണ് ഇതിന്റെ വിഷയത്തിൽ ഏകപക്ഷീയമായി നിങ്ങളാണ് ഈ വിഷയത്തെ കാണുന്നത്. മതനിരപേക്ഷത ഞങ്ങൾ പറയേണ്ടതാണ്. ഞങ്ങളല്ലാതെ ഈ കേരളത്തിൽ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് പറയാനാവില്ല. നിങ്ങൾ എല്ലാ വിഷയത്തിലും മതനിരപേക്ഷത പറയുന്നുണ്ടോ? നിങ്ങൾ എല്ലാ വിഷയത്തിലും അങ്ങനെ എടുക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളാണ് പറയുന്നത്. മതനിരപേക്ഷതയെ കുറിച്ച് നന്നായി പറയുന്നവർ ഞങ്ങളാണ്. ഞങ്ങൾ പറയുക മാത്രമല്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് മതനിരപേക്ഷത പറയാതെ, മതനിരപേക്ഷത ബോധ്യപ്പെടുത്താതെ, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയാതെ, മതവും ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കരുത് എന്ന് പറയാൻ ഞങ്ങൾ പറയും. ഞങ്ങൾ അതിനെ പറയേണ്ടത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറയുന്നതിന്റെ പേരിലാണ് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചില വിഷമമുണ്ടാവും. ഇതിനെ ഒരു സീരിയസ് ആയിട്ടുള്ള കേരളം എന്ന ഐഡിയ ഉണ്ടല്ലോ, കേരളം എന്ന ആശയം. ശശി, കേരളം എന്ന ആശയത്തിനെതിരായിട്ട് നിൽക്കുന്ന, കേരളം എന്ന ആശയത്തിനെതിരായിട്ടുള്ള ഒരു അതിക്രമമായിട്ടാണല്ലോ നമ്മൾ ഈ വാളയാറിലെ സംഭവത്തെ കാണേണ്ടത്. അപ്പൊ ആ വിഷയത്തെ ആ നിലക്കുള്ള ഗൗരവത്തിൽ സമീപിക്കാൻ മുഖ്യമന്ത്രിക്കോ പാലക്കാട്ടെ മന്ത്രിമാർക്കോ പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ്? BJP സർക്കാർ അപരമത വിദ്വേഷം നന്നായി പ്രചരിപ്പിക്കുന്നു, നന്നായി ഇടപെടുന്നു. അതിന് വിവിധങ്ങളായ വിഷയങ്ങൾ എടുക്കുന്നു. SIR വരുന്നു, പൗരത്വ ഭേദഗതി എല്ലാം വരുന്നുണ്ട്. അതിലിത് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത്, പഠിപ്പിക്കണം. ഞങ്ങളല്ലാണ്ട് ആരാ പഠിപ്പിക്കുക? നിങ്ങളാണ് മതനിരപേക്ഷത പഠിപ്പിക്കുക. നിങ്ങൾ വളരെ ചെറുതായി കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാ വിഷയത്തെ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രാഷ്ട്രീയമായി എടുക്കുന്നത് അതെനിക്ക് കാണുന്നുണ്ട്. PCR ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നില്ല എന്നുണ്ടോ? ശശി, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രാഷ്ട്രീയമായ പ്രതിരോധത്തിൻ്റെ ശബ്ദം എപ്പോഴാണ് ഉയർത്തിയത്? മുഖ്യമന്ത്രിയൊന്നും മിണ്ടിക്കണ്ടില്ല, MP രാജേഷ് പാലക്കാട് നിന്ന് മിണ്ടിക്കണ്ടില്ല, കൃഷ്ണൻകുട്ടി പാലക്കാട് നിന്ന് മിണ്ടിക്കണ്ടിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി. നിങ്ങൾ രാഷ്ട്രീയമായ ഇത് നോക്കൂ, ഗുരുതര അപകടമാണ്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഡെയിലി മനുഷ്യന്മാരെ മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് അടിക്കുകയോ അടിച്ചു കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ഓടിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഭരിക്കുമ്പോൾ മതം ചോദിച്ച് ആളുകളെ അടിച്ചു കൊല്ലുന്നു ഈ കേരളത്തിൽ. നിങ്ങൾ എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണത്. അതിന് മതനിരപേക്ഷതയെക്കുറിച്ച് പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് സഖാക്കളെ എന്ന പാട്ടൊന്നും പാടിയിട്ട് കാര്യമില്ല. വേർ ഈസ് ദ സോഷ്യൽ സെക്യൂരിറ്റി, വേർ ഈസ് ദ ഹാർമണി എന്ന ചോദ്യം അവിടെയുണ്ട്. വേർ ഈസ് യുവർ പൊളിറ്റിക്കൽ പ്രതിരോധം, ആ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പഴയ കഥയും മുദ്രാവാക്യമൊന്നും പാടിയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ എല്ലാ വിഷയത്തിലും മതനിരപേക്ഷ പറയുന്നവരാണ്. നിങ്ങൾ സെലക്റ്റീവാണ്. പറയാനുള്ളത് പറഞ്ഞു പോണ്ടേ? നിങ്ങൾ സെലക്റ്റീവാണ്. നിങ്ങളെ ഞങ്ങളും കണ്ടോണ്ടിരിക്കണ്ടല്ലോ. നിങ്ങളെ ഈ കേരള സമൂഹം കാണുന്നുണ്ട്. വിലയിരുത്തട്ടെ. CPIMന്റെ മതനിരപേക്ഷത പറയുന്നതിൽ CPIM എല്ലാ ന്യൂനപക്ഷത്തിലാണെങ്കിലും ഭൂരിപക്ഷത്തിലാണെങ്കിലും അക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞങ്ങൾ പക്ഷം പിടിക്കാറില്ല. നിങ്ങളൊരു ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും സർക്കാരുമാണ്. എന്റെ ചോദ്യം സർക്കാരിനോടാണ്. വേർ ഈസ് ദ സോഷ്യൽ സെക്യൂരിറ്റി? കേരളം ഒരു മതനിരപേക്ഷ മണ്ണാണെന്ന്, വർഗീയമായ അതിക്രമങ്ങൾ, മതം ചോദിച്ചുള്ള അക്രമങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഭരിക്കുന്നത്. കലാപങ്ങളില്ലാത്ത കാലം, വംശീയ അതിക്രമങ്ങളില്ലാത്ത കാലം എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഈ നാട് ഭരിക്കുന്നത്. കലാപങ്ങളില്ലാത്ത കാലം, വംശീയ അതിക്രമങ്ങളില്ലാത്ത കാലം എന്നല്ലേ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ എന്തുകൊണ്ട് വംശീയ അതിക്രമം ഉണ്ടാവുന്നു? വംശീയത മാത്രം തിന്നു കുടിച്ച് ആളെ കണ്ടാൽ പരമത വിദ്വേഷികളായ ജനക്കൂട്ടം ഇവിടെ എങ്ങനെ ഉണ്ടാവുന്നു? അതിനാവശ്യമായിട്ടുള്ള വെറുപ്പിൻ്റെ സംഘാടനം ഇവിടെ എങ്ങനെ നടക്കുന്നു? എങ്ങനെ ആളുകളിലേക്ക് വെറുപ്പ് കുത്തിവെക്കുന്ന പ്രോജക്റ്റ് നിർബാധം നടക്കുന്നു? ആ വിഷം കുടിച്ച മനുഷ്യരല്ലേ ഈ പണിയെടുത്തത്. ആ വിഷം എങ്ങനെ ഇവിടെ ഒഴുകി പരക്കുന്നു എന്നതിന് ഉത്തരം പറയാൻ ഒരു റൂളിംഗ് പാർട്ടിക്കും സർക്കാരിനും ബാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ മതനിരപേക്ഷത, ഞങ്ങളല്ലാതെ മറ്റാര്? അത് നിർത്തിയാക്കൂ. കാര്യം പറ. വേർ ഈസ് ദ സെക്യൂരിറ്റി, വേർ ഈസ് ദ ഹാർമണി? അതിന് ഉത്തരം പറ.